ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു ഫൺ ഫെയർ വ്ളോഗ് കണ്ടാലോ. ഈ ഫൺ ഫെയർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്തുള്ള പാർക്കിൽ എല്ലാ സമ്മറിലും വരുന്നൊരു മറ്റേ ഫെസ്റ്റ് ഇല്ലേ, അതുപോലത്തെ സംഭവമാണേ. സോ ആദ്യം ഞങ്ങൾ പോയിട്ട് ഈ ബോക്സിങ് ഗെയിമാണ് കളിച്ചത്. ഇതിലെല്ലാവർക്കും ഓരോ ട്രൈ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സ്കോർ ഇച്ചിരി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ബാക്കിലായിപ്പോയി. ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് മറ്റേ ഡാഷിങ് കാറില്ലേ, അതിലോട്ടായിരുന്നു. അത് നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെയുള്ള 4 പേര് റൈഡിൽ കയറാൻ പോയി. ഞാൻ കയറിയിട്ടില്ലായിരുന്നു. അവർ കയറി തലകുത്തി മറിഞ്ഞിട്ടൊക്കെ വന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് ഗെയിംസ് കളിക്കാനാണ്. ഞങ്ങൾ കുറേ ഗെയിംസ് കളിച്ചു. പക്ഷേ എല്ലാത്തിലും മിക്കതിലും ഞങ്ങൾ തോറ്റുപോയി. 1-2 ജയിച്ചു. അങ്ങനെ ഈ ഗെയിമിൽ നമ്മൾ ജയിച്ചിട്ട് നമുക്ക് ഈ ക്യാപ്പിബാരേനെ കിട്ടി കേട്ടോ. വലുതായിരുന്നു ലക്ഷ്യം വെച്ചത്, പക്ഷേ ചെറുതാണ് കിട്ടിയത്. പിന്നെ നമ്മൾ ഈ ടാർഗറ്റ് ഷൂട്ടിങ് കളിച്ചു. ഇതിൽ തോറ്റുപോയി. കാരണം എല്ലാവരും വലിയ ടാർഗറ്റിലോട്ട് ഇറങ്ങിയത്. ചിലരെന്നത് കൊള്ളിച്ചിട്ടുമില്ല. അതിനുശേഷം പിന്നെ നമ്മൾ ഈ ഗെയിം കളിച്ചു. ഈ ഗെയിമിൽ തോറ്റുപോയി, ഭയങ്കരമായിട്ട് തോറ്റുപോയി. കാരണം ആദ്യത്തെ ഒരു ശക്തിയൊന്നും പിന്നീട് അങ്ങോട്ട് ഉണ്ടായില്ല. ലാസ്റ്റ് നമ്മൾ ഈ കാർഡ് ഗെയിം കളിച്ചു. ഈ കാർഡ് ഗെയിമിൽ നമ്മൾ ജയിച്ചിട്ട് നമുക്ക് ഈ ബണ്ണീനെ കിട്ടി. 4 വട്ടം ഒന്ന് കളിച്ചിട്ടാണെന്ന് തോന്നുന്നു ഈ ബണ്ണീനെ കിട്ടിയത്. അതിനുശേഷം ഞങ്ങൾ ഒരു ഗെയിമും കൂടെ കളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ റിങ്ങിൻ്റെ ഗെയിം. ഇത് ഭയങ്കര ഉടായിപ്പാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് എത്ര നമ്മൾ എറിഞ്ഞാലും നമുക്ക് കിട്ടത്തില്ല. പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാനായിട്ട് നിന്നപ്പോഴാണ് അവിടെ ഗോസ്റ്റ് ഹൗസ് കണ്ടത്. എന്നാൽ ഒന്ന് കയറി നോക്കാമെന്ന് വെച്ചു. പക്ഷേ അത് മറ്റേ പിള്ളേരെ പറ്റിക്കാനുള്ള എന്തോ സെറ്റപ്പാണ്, കൊള്ളില്ലായിരുന്നു. പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു നൈറ്റ് വ്യൂ. അപ്പോൾ നിങ്ങളിതൊക്കെ കണ്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.